പരമ്പരാഗത കേരളീയ ചുമർ ചിത്രങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന നിറങ്ങൾ ഏത് തരമാണ്? പ്രകൃതിദത്ത നിറങ്ങൾ. കറുപ്പ് കൂടുതൽ ലഭിക്കുന്ന പെൻസിൽ ഗ്രേഡ് ഏതാണ്? ഗ്രേഡ് ബി. സാന്താൾ ഫാമിലി എന്ന ശില്പം രചിച്ചത് രാം കിങ്കർ. മഹാബലിപുരത്തെ ശില്പങ്ങൾ ഏത് രാജവംശകാലത്ത് നിർമ്മിച്ചതാണ്? പല്ലവ രാജവംശം. രവിവർമ്മ പുരസ്കാരം സ്വീകരിക്കാത്ത ചിത്രകാരൻ എം.എഫ്. ഹുസൈൻ. അജവിലാപം എന്ന എണ്ണഛായാചിത്രം വരച്ചതാരാണ്? രാമവർമ്മ രാജ. രവീന്ദ്രനാഥ ടാഗോർ ചിത്രരചനയ്ക്ക് ഉപയോഗിച്ച ശൈലി വ്യക്തിഗത ശൈലി. ഇൻഡാഗ്ലിയോ ടെക്നിക് ഉപയോഗിക്കുന്നത് എച്ചിങ്ങിന്. ഡേവിഡ് എന്ന പ്രശസ്ത മാർബിൾ ശില്പം ചെയ്തത് മൈക്കലാഞ്ചലോ. എണ്ണച്ചായം കണ്ടുപിടിച്ച് പ്രചാരത്തിലാക്കിയ ചിത്രകാരൻ ജാൻ വാൻ ഐക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത ചുവർ ചിത്രം ഗജേന്ദ്രമോക്ഷം. മുക്കോലപ്പെരുമാൾ എന്ന ശില്പം നിർമ്മിച്ചതാര്? കാനായി കുഞ്ഞിരാമൻ. ടി കെ പത്മിനിയുടെ ജന്മനാട് മലപ്പുറം. പാണ്ഡവൻ പാറ ഗുഹാചിത്രങ്ങൾ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. പത്മപാണി എന്ന ചിത്രം ഏത് ഗുഹയിലാണ്? അജന്ത. വെളിച്ചത്തെ കീഴടക്കിയ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റംബ്രാൻഡ്. മധുബനി എന്ന പാരമ്പര്യ കല ഏത് സംസ്ഥാനത്തിലാണ്? ബീഹാർ. ലിത്തോയിൽ വരച്ച ചിത്രങ്ങളുടെ പകർപ്പെടുക്കുന്നതിനെ പറയുന്നത് ഒലിയോഗ്രാഫ്. ഒരു ക്യൂബിന് എത്ര സമചതുര വശങ്ങളുണ്ട്? 6 വശങ്ങൾ. നവോത്ഥാന കലാരംഭം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഇറ്റലി. ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണപുരം കൊട്ടാരം. ഡാവിഞ്ചിയുടെ ജനനം ഏത് വർഷത്തിലാണ്? 1452. ആധുനിക ശില്പകലയുടെ പിതാവ് അഗസ്റ്റ് റോഡിൻ. ഭിംബേഡ്ക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. കലാകാരന്മാരുടെ ഷാൻഗ്രില്ല എന്നറിയപ്പെടുന്നത് ചോളമണ്ഡലം കലാഗ്രാമം. പുരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? അനന്തവർമ്മൻ. മൊണാലിസ എന്ന ചിത്രത്തിൻ്റെ രചന തുടങ്ങിയത് ഏതു വർഷമാണ്? 1503. എലിഫൻ്റ ഗുഹ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. ഓറഞ്ചിൻ്റെ പൂരകവർണം ഏതാണ്? നീല. ഗേർണിക്ക എന്ന നഗരം ഏത് രാജ്യത്തിലാണ്? സ്പെയിൻ. ബേർഡ് ഇൻ സ്പേസ് എന്ന ശില്പം ആരുടേതാണ്? ബ്രാങ്കുസി. ട്രിനാലെ എന്ന കലാമേള സംഘടിപ്പിക്കുന്നത് ആരാണ്? കേന്ദ്ര ലളിതകലാ അക്കാദമി. ഭാരതീയ പാരമ്പര്യം കലകളെ എത്രയായി തിരിച്ചിരിക്കുന്നു? 64. വിശ്വഭാരതി സർവകലാശാലയുടെ ആദ്യ നാമം? ശാന്തിനികേതൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? കണ്ണൂർ. കാദംബരി എന്ന പ്രശസ്ത എണ്ണഛായാചിത്രം വരച്ചത് ആരാണ്? രാജാ രവിവർമ്മ. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരു ലൈക്കും കൂടി പ്രതീക്ഷിക്കുന്നു.